വിജയ് പറഞ്ഞു ചിന്ന അസിന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് അല്ലേ? അതിനെ പറ്റി എന്താന്ന് പറഞ്ഞ ഞങ്ങളോടൊക്കെ ആ കഥകളെ കേക്കട്ടെ. മുനിയാണ്ടി ആയിരുന്നു ഫസ്റ്റ് തമിഴ് പടം. അപ്പൊ അതിന്റെ കാസറ്റ് ലോഞ്ച് ഞാൻ കന്നഡ പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഞാൻ എവിടുന്ന് എയർപോർട്ടിൽ നിന്നൊക്കെ ഡ്രസ് ചെയ്തിട്ടാണ് ഞാൻ ഓടിപ്പോയത് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോണായിരുന്നു. അപ്പം ഹരിബറിയായിട്ട് പോയി. അപ്പൊ എനിക്കറിയില്ല വിജയ് സാറാണ് ഇങ്ങനെ വന്നിരിക്കണേ കാസറ്റ് ലോഞ്ചിന്. അപ്പൊ ഭരത് എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ പാട്ടൊക്കെ അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു മോണിറ്ററിൽ. അപ്പൊ വിജയ് സാർ ഇതൊക്കെ കണ്ട് പെട്ടെന്ന് എന്താ പറയാ ഇങ്ങനെ സംസാരിക്കാൻ വന്നപ്പോ എല്ലാരും പറഞ്ഞു വിജയ് സാർ അങ്ങനെ സംസാരിക്കില്ല, പെട്ടെന്ന് താങ്ക്സ് ഫോർ അങ്ങനെയൊക്കെ പറഞ്ഞു പോവും പെട്ടെന്ന്. എന്നിട്ട് ഇങ്ങനെ ഭരത് നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എല്ലാം കഴിയുമ്പോൾ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടി മീൻസ് ഞാൻ ഒത്തിരി ഹീറോയിൻസിനോട് അഭിനയിച്ചിട്ടുണ്ട്. വെരി നൈസ്, വെരി കോപ്പറേറ്റീവ് അസനാണ്. എനിക്ക് പൂർണ്ണനെ കണ്ടപ്പം ചിന്ന അസനായിട്ടാണ് തോന്നിയത്. ഞാൻ പെട്ടെന്ന് ഐ സീരിയസ്ലി കാൻറ്റ് ബിലീവ്. കാരണം ഒരിക്കലും കാരണം ലൊക്കേഷനിലൊക്കെ ഭരത്തൊക്കെ ഇങ്ങനെ വെറുതെ അസിനെ പോലെ ഉണ്ടെന്നൊക്കെ പറയും. അതിന്റെ മുന്നോട്ടൊക്കെ ഇങ്ങനെ പറയുന്നല്ലാതെ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് എന്നെ കാണാൻ അസിനെ പോലെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പറയാൻ പോണെന്ന്. പക്ഷേ അതിനുശേഷം ഇപ്പൊ 3 years ആയിണ്ടാവും പടം റിലീസായി. 2-3 years ആയി. സ്റ്റിൽ പത്രികയിൽ വരുമ്പോഴും എല്ലാത്തിലും ചിന്നാസിൻ പൂർണ്ണ, ചിന്നാസിൻ പൂർണ്ണ, ഇതാണ് ഇപ്പൊ എന്റെ അവിടുത്തെ പേര്. പിന്നെ ഈയിടെ ഞങ്ങൾ കണ്ടക്കോട്ടയുടെ കാസറ്റ് ലോഞ്ചിന് പോയപ്പോ ന്യൂസിലാൻഡിൽ പോവാണ്. അപ്പൊ ഫ്ലൈറ്റില് പിന്നൊക്കെ കുറച്ച് ബോംബെ വേലേഴ്സ് വന്നിട്ട് ഞാനും നക്കിലൊക്കെ അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫ്ലൈറ്റിന്റെ അകത്ത് വെച്ച്. പെട്ടെന്ന് വന്ന് ഓട്ടോഗ്രാഫ്, അതും നക്കുലിനോട് ചോദിക്കാതെ എന്നോട്. അപ്പൊ ഇത് നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പൊ അവര് ഗജിനി, വിസോ ഗജിനി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓ മൈ ഗോഡ് ഇനി ഇവരോട് എങ്ങനെ പറയും ഞാൻ അസിനല്ലാന്ന്. അപ്പൊ നക്കുല് പറഞ്ഞു സോറി ദിസ് ഇസ് ഡ്യൂപ്ലിക്കേറ്റ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അസിനാണ്. അവര് തന്നെ കൺഫ്യൂസ് ആയി. ഓ അസിന്റെ സിസ്റ്റർ ആണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല അസിന്റെ സിസ്റ്റർ അല്ല, ഞാനൊരു ആക്ട്രസ് ആണ്, ബട്ട് അസിനല്ല. വിഷമം തോന്നിട്ടുണ്ടോ സന്തോഷം തോന്നിട്ടുണ്ടോ അങ്ങനെ കേൾക്കുമ്പോ? കാരണം ബിക്കോസ് ഷീസ് എ ബിഗ് ആക്ട്രസ്, ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ആക്ട്രസ് ആണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെന്ന് വെച്ചാൽ ഞങ്ങളുടേതായ ഒരു വ്യത്യാസം വേണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും ഡ്രസ് ചെയ്ത് പോകുമ്പോഴും ഇങ്ങനെ ഓരോടെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ കുഴപ്പമില്ല. എല്ലാരും നല്ല ആർട്ടിസ്റ്റിനോട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല. ഷംന, ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത്, നമ്മൾ മലയാളികളാണല്ലോ, കണ്ണൂരാണ് ഷംന ജനിച്ചതും വളർന്നതും എല്ലാം. പെട്ടെന്ന് ഈ റിയാലിറ്റി ഷോയിൽ വന്നു, മലയാളം മൂവി ചെയ്തു, പെട്ടെന്ന് തമിഴിലേക്കൊക്കെ മാറി. തമിഴ് ബുദ്ധിമുട്ടായിരുന്നോ? ഇല്ല, മമ്മിയുടെ ഡാഡി റാവത്തേഴ്സ് ആണ്. അപ്പൊ കോയമ്പത്തൂരിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ വലിയ ഡിഫിക്കൽട്ട് എനിക്ക് തമിഴ് തോന്നില്ല. ഇപ്പൊ ഇറങ്ങുന്ന ദ്രോഹി പടത്തിൽ ഞാനാണ് ഫുൾ ഡബ് ചെയ്തത്. പക്ഷേ ഞാൻ പോയി സിനിമ ഇങ്ങനെ നോക്കി കണ്ടപ്പം എനിക്ക് കംഫർട്ടബിൾ അല്ല. എന്താണ് ഷംനയുടെ അംബിഷൻ എന്ന് കേക്കട്ടെ, എന്താണ് ആംബിഷൻസ്? ഞാൻ ഒത്തിരി ഡ്രീംസ് ഒന്നും വെക്കാത്ത ഒരു കുട്ടിയാണ്. ബിക്കോസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ തമിഴ് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സുപ്രഭാതത്തിൽ അങ്ങനെയൊന്നും അല്ല, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒത്തിരി ഡ്രീംസ് ഒന്നും വെക്കാറില്ല. വരട്ടെ, വരുന്നത് നല്ലതാണെങ്കിൽ ചെയ്യണം. കാരണം ഞാനിങ്ങനെ ഇപ്പൊ ചോദിച്ച പോലെ സിസ്റ്റേഴ്സ് ഒക്കെ നന്നായി ഡാൻസ് ചെയ്യും ഒക്കെ ചെയ്തിട്ടും എന്റെ മമ്മിയും ഡാഡിയും എനിക്കെടുത്ത ഇൻട്രസ്റ്റ് അപ്പൊ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ തന്നെ പഠിച്ചോണ്ട് തീരുമാനിച്ചിട്ടുണ്ടാവും ഷംന എവിടെയാണ് പോകേണ്ടത്. പക്ഷെ എനിക്ക് ഡാൻസിൽ ഒരു നല്ല ഡാൻസ് ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. സാധാരണ എല്ലാരും ചോദിക്കാറുള്ള ഭാവി വരനെ കുറിച്ച് അവനോട് തന്നെയായിരിക്കും. ഇപ്പൊ ഷംനയോടെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഷംനയോടായിരിക്കും. ഇന്ന് ഞാൻ മാറ്റിയാ ചോദിക്കുന്നത്, ഇന്ന് ആന്റിയോടെ അല്ലെങ്കിൽ ഷംനയുടെ അമ്മയോടെ ഞാൻ ചോദിക്കാൻ പോകും. ആന്റി എങ്ങനെയുള്ള ഒരു വരണയായിരിക്കും? ചെറുതിലേ പറയൂ, ചെറുതിലൊരു 4 വയസ്സിൽ പറയൂ എടുക്കുന്ന പൂച്ച കണ്ണ് വേണം, റെഡ് കളറുള്ള ഹെയർ വേണം എന്നൊക്കെ പറയൂ. LKG പഠിക്കുമ്പോഴേ അങ്ങനെയൊക്കെ ചെറുതിലേ. കോഫി സെറ്റ് അല്ലേ, കോഫി സെറ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും പ്രോഗ്രാംസിന് പോവാം. അപ്പൊ ഞാൻ സിനിമയിൽ കണ്ടിരിക്കുന്ന എല്ലാരും പെണ്ണ് കാണാൻ പോകുമ്പോ ഈ കോഫി സെറ്റ് പിടിച്ചല്ലേ പോവാ. അപ്പൊ ഇതുപോലെ എനിക്ക് പോകണം. ഈ കോഫി സെറ്റ് ഏറ്റവും നല്ല കോഫി സെറ്റ് എടുത്തു വെച്ചു, ഇതാണ് കേട്ടോ ഞാൻ. പക്ഷെ എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് പൂച്ച കണ്ണായിരിക്കണം, ഗോൾഡൻ ഹെയർ ആയിരിക്കണം. സായിപ്പിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആന്റിയുടെ മനസ്സിലെങ്ങനെയാണ്? അങ്ങനെ നല്ലൊരു എഡ്യൂക്കേഷൻ ഉള്ളൊരു ആളായിരിക്കണം, നല്ലൊരു അറിയപ്പെടുന്ന അങ്ങനെ ആയിരിക്കണം. പക്ഷേ മമ്മിക്ക് ഫിലിം ഇൻഡസ്ട്രി ഒക്കെ അല്ല, അങ്ങനെ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എന്റെ അതേ പ്രൊഫഷൻ മമ്മി എപ്പോഴും പറഞ്ഞു, എന്റെ അതേ പ്രൊഫഷൻ വേണ്ട. പക്ഷെ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഇത്രയും ആക്കിയത് മമ്മിയും ഡാഡിയും ഒക്കെയാണ്. അപ്പം എന്റെ ഏറ്റവും വലിയൊരു എന്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം കല്യാണമാണ്. അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഷൈനയെ കല്യാണം കഴിച്ചത് നോർത്ത് നിന്നാണ്, ബോംബെയിലുള്ള. അതുപോലെ ഒരു നോർത്ത് നിന്ന് എടുക്കാനാണ് എനിക്ക് ഇഷ്ടം. വേണ്ട, അങ്ങനല്ല, വേണ്ടെന്നല്ല, അങ്ങനെ എടുക്കാനാണ്. മൂത്ത 2 മക്കളതും മലയാളികളാണ്. മൂത്ത
മൂത്ത മരുമകൻ മലയാളിയാണ്, രണ്ടാമത്തത് ബോംബെയിലാണ്, എന്നാലും മലയാളം കുറച്ചൊക്കെ അറിയാം. അറിയോ മമ്മി എന്നെ ചീത്ത അറിയുമ്പം മനസ്സിലാവില്ലല്ലോ. അതല്ല, നമ്മുടെ ലാംഗ്വേജ് പ്രശ്നം കൊണ്ട് അധികം വഴക്കം വരില്ലല്ലോ. ഓക്കെ, ഷംനയ്ക്ക് കുക്കിംഗ് ഒക്കെ അറിയാമോ? അറിയാന്ന് പറയാം, അറിയൊക്കെ ചെയ്യാം, ഒന്നും ചെയ്തല്ല, മടിച്ചാണ്. ഓക്കെ, എപ്പോഴേലും ഒക്കെ എപ്പോഴെന്നേ പറയണ്ട, കിച്ചൺ തിരിഞ്ഞു നോക്കില്ല. മമ്മി അത് കള്ളാട്ടോ. മമ്മിക്ക് വയ്യാതിരിക്കുമ്പോ ഞാൻ പോയി കിച്ചണൊക്കെ ക്ലീൻ ചെയ്യും. അപ്പൊ മമ്മിയുടെ സിസ്റ്റർ വിളിച്ച് പറയും, ഇന്ന് അവിടെ മഴ പെയ്യുന്നുണ്ടോ? അപ്പൊ അവര് പറയും, ഇല്ല ഇല്ല, ഇവിടെ നല്ല ക്ലീൻ ചെയ്യുന്നുണ്ടേ, അപ്പൊ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? ചപ്പാത്തിയൊക്കെ ചൂടു, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയ കരിഞ്ഞു പോകും, അത്രേ ഉള്ളൂ. ശരി. ഉണ്ടാക്കാന്ന് വെച്ചാൽ ഓംലേറ്റ് നന്നായിട്ട് ഉണ്ടാക്കൂ, അതാണ് ആകെ അറിയുന്നത്. തട്ടുകട എന്തായാലും ഭാവിയിൽ ഒരു തട്ടുകട തുറന്നാൽ നിനക്ക് ഡാൻസ് സിനിമ ജീവിതമൊക്കെ നിനക്ക് മടുക്കുമ്പോ നമുക്കൊരു പേരിടാം, ഷംന കാസിൻ തട്ടുകട. അതിൽ ഓംലേറ്റിന് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അത് നല്ലൊരു ടേസ്റ്റ് ആണ് ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കി കൈപ്പുണ്യുണ്ട്. ചെയ്യുന്നവരുമ്പോ നന്നായി ചെയ്യും, അതൊക്കെ ചെയ്യൂ, ചെയ്യാതിരിക്കാൻ ചെയ്യില്ല. പിന്നെ ചെയ്യണ്ട, എല്ലാരും ഉണ്ടല്ലോ ചെയ്യാൻ, അതുകൊണ്ട് അവള് എല്ലാവരുടെ ചെല്ലക്കുട്ടിയാണ്. ലാസ്റ്റ് ആയതുകൊണ്ട് ഡൂഡോ ഒക്കെ വന്നപ്പോ കഴിഞ്ഞു കേട്ടോ. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. എനിക്ക് സങ്കടം വരും ഇടക്ക്. മമ്മി ഭയങ്കരമായിട്ട് ഡൂഡുവിനെയും ഭായിയുടെ വാവനൊക്കെ ഭയങ്കരമായിട്ട് കൊഞ്ചിഫൈ ചെയ്യുമ്പം ഞാൻ പോയി ഇടയ്ക്ക് എല്ലാവരും മാറ്റിയിട്ട് ഞാൻ പോയിരുന്നിട്ട് പറയും, മമ്മി എന്നെ ഇപ്പൊ സ്നേഹിക്കുന്നില്ല കേട്ടോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ. അപ്പൊ മമ്മി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പണ്ടത്തെ പോലെയൊക്കെ സ്നേഹിക്കും. വലിയൊരു ഭാര്യയൊക്കെ എല്ലെങ്കിലും തരണം. ഇപ്പൊ ഷംന ഇങ്ങനെ കൊയച്ചായിട്ടിരിക്കുകയാണ്. ഞാൻ കട്ടിയുള്ള ഒരു 5 ക്വസ്റ്റ്യൻ വേഗം വേഗം ചോദിക്കാൻ പോവാ. 5നും പടപടാന്ന് ആൻസർ പറഞ്ഞേക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട ഹീറോ? അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ കള്ളി. ഇഷ്ടപ്പെട്ട ഹീറോയിൻ? ഡാൻസർ ആയതുകൊണ്ട്. എല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടം. ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടം? എല്ലാവരുടെ കൂടെ അഭിനയിക്കണം. അങ്ങനെ വേണ്ട, ഇഷ്ടപ്പെട്ട ഒരു നടനെ പറയൂ. അമിതാഭ് ബച്ചന്റെ മകളായിട്ട് അഭിനയിക്കണം. അഭിനയിക്കണം. എന്റെ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നല്ലോ. ആരുടെ കൂടെ അഭിനയിക്കണം? അത് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. ഏത് ഫുഡാണ് ഭാവി വരണ ആദ്യം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഓംലെറ്റ്. ഓംലെറ്റോ? ഇത് കഴിക്കാൻ ഇത് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ്. ഇഷ്ടപ്പെടുന്ന ആമ്പിള്ളേര് മാത്രം ഷംന ഇനി കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓംലെറ്റ് ചെയ്താലും മരിച്ചു പോകും. ഈ കുറഞ്ഞ സമയത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പ്രേക്ഷകരോട് പറഞ്ഞു തരികയും അതുപോലെ ഭയങ്കര നല്ല സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു അമ്മയും ഒരു ചേച്ചിയും ഞങ്ങളുടെ ഷംനക്കുട്ടി. ഇത്രയും നേരം ഞങ്ങളോട് ഇത്ര നന്നായിട്ട് സഹകരിച്ച ഷംനയ്ക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാ ജീവൻ TV പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഈദ് മുബാറക്.